ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ബബിതയുടെ വീഡിയോ ഒക്കെ എടുത്ത ഹരിയാണെങ്കിൽ ബബിതയെ ആ വീഡിയോ ഒക്കെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബബിത ആ ഫോൺ എടുത്തുകൊണ്ട് ഓടിപ്പോയി ആ ഫോൺ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹരി ഭയങ്കര സൂത്രശാലിയാണ്. ഹരി ആ വീഡിയോ വേറൊരു വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തത് കാരണം ഹരി വീണ്ടും ബബിതയെ വാണിംഗ് കൊടുക്കുന്നുണ്ട്, വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ആ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു ഫോണിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്തിരുന്നു. അത് കാരണം ആ വാട്സപ്പ് ഞാൻ ഈ ഫോണിൽ എടുക്കുകയാണെങ്കിൽ എനിക്കത് ബാക്കപ്പ് കിട്ടും. അതുകൊണ്ട് ആ വീഡിയോ പോയി എന്ന് നീ വിചാരിക്കേണ്ട. ഇന്ന് നീ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇന്ന് എല്ലാവരും ഈ വീട്ടിൽ കാണും. നിൻ്റെ അച്ഛനും ഞാൻ അയച്ചു കൊടുക്കും, എല്ലാവരെയും കാണിക്കും, നിൻ്റെ അമ്മയൊക്കെ ഞാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ വരണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ബബിത ആകെ പേടിച്ചു പോവുകയാണ്. അങ്ങനെ പിന്നീട് ബബിത താഴെ വന്നിട്ട് നമ്മുടെ രാജീവിനോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയാണ്. ബബിത ഹരിക്ക് സമ്മതം കൊടുക്കുന്നില്ല. കാരണം ഞാൻ ചത്താലും നിൻ്റെ ആഗ്രഹം നടക്കില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബബിത താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്നായാലും അങ്ങോട്ടേക്ക് തന്നെ പോവണ്ടേ, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ എന്താണെങ്കിലും ബബിത പോകാനുള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട് ശിവേട്ടനോട്, എന്നാൽ ശിവേട്ടൻ ബബിതയെയും രോഹിത്തിനെയും കൊണ്ടാക്കിയേക്ക് എന്ന് പറയണം. അങ്ങനെ രോഹിത്തിനെ വിളിക്കുന്ന സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല അങ്ങോട്ടേക്ക്, നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്, നീ അങ്ങോട്ടേക്ക് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും ഇതല്ലല്ലോ നമ്മുടെ വീട് രോഹിയേട്ടാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടെ കിട്ടുന്ന സുരക്ഷിതത്വം എന്താണെങ്കിലും വേറെ എവിടെയും കിട്ടില്ല എന്ന് പറയുമ്പോൾ കമലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ബബിത നീ അങ്ങനെ പറഞ്ഞത്, ഇവിടെ നിന്നിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ഞങ്ങൾ ആരെങ്കിലും നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ബബിത ഒന്നും പറയുന്നില്ല. അങ്ങനെയല്ല ആൻറ്റി ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ, പിന്നെ എങ്ങനെയാണ് നീ ഉദ്ദേശിച്ചത്, നിൻ്റെ വീട്ടിലെ ഇതിനേക്കാളും സ്വാതന്ത്ര്യമല്ലേ നിനക്കിവിടെ കിട്ടിയത്, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം, ഏത് സമയത്തും വരാം, ഞാൻ എന്തെങ്കിലും ചോദ്യം ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, പക്ഷേ എനിക്ക് പോയേ പറ്റൂ ആൻറ്റി എന്ന് പറയണം. അങ്ങനെ ശിവേട്ടൻ എന്നാൽ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഞാനില്ല എന്ന് പറയണം. അപ്പോൾ രോഹിത്താണെങ്കിൽ ശിവനാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ കൂടി വരണം എന്ന് പറയുമ്പോൾ രോഹിത്ത് അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് എന്നാൽ മുത്തശ്ശിയെ കൂട്ടിയിട്ട് അമ്മയെ കൂട്ടിയിട്ട് അമ്മയും കൂടി വന്നോട്ടെ, അമ്മ ഏതാണെങ്കിലും അങ്ങോട്ടേക്ക് വരാനിരിക്കില്ലേ എന്ന് പറയണം. അപ്പോൾ രോഹിത്ത് വരുന്നില്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അവന് താല്പര്യമില്ലെങ്കിൽ അവൻ പോവണ്ട, ഇവിടെ നിന്നോട്ടെ, ഹരിക്കും ഒരു കൂട്ടാവുമല്ലോ ഇവിടെ നിൽക്കുന്നത്, അവന് തോന്നുന്ന സമയത്ത് അവൻ പൊക്കോട്ടെ എന്ന് പറയാണ്. അപ്പോൾ എന്താണെങ്കിലും അത് വേണ്ട, പോവുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് രോഹിത്തിനെയും ബബിതയും തന്നെ ഒരുമിച്ച് തന്നെ കൊണ്ടാക്കാനായിട്ട് ശിവൻ തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബബിത ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇങ്ങനെ ഹരിയാണെങ്കിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ അലീന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും അലീന ബബിതയ്ക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്ത് ഹരിക്ക് നല്ല പണി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അലീനയും മനുവും കൂടിയിട്ട് ഹരിക്ക് നല്ല പണി കൊടുക്കുകയും ആ വീഡിയോസൊക്കെ വാങ്ങിച്ച് നശിപ്പിച്ച് കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ബബിത ഇങ്ങനെ അലീനയെ കുറച്ച് സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് അലീനയോട് ദേഷ്യമൊന്നുമില്ല, അലീന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, അലീനയോട് സംസാരിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയൊക്കെ പറയും. അത് തന്നെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ബബിത ഒരു ദിവസം ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നത്. അങ്ങനെ കയറി വന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അലീന ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, എന്ത് പറ്റി ബബിത എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്, ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണേ. അങ്ങനെ അലീന മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അലീന വിളിക്കുന്നുണ്ട്, ബബിതയെ ഡോറൊന്ന് തുറന്നേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ബബിത ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിത വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയത്, നീ എന്താ ഇത്ര ടെൻഷനാവുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണം. അപ്പോൾ അലീനയാണെങ്കിൽ ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നോർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വീണ്ടും ഹരിയെ കാണുകയോ മറ്റോ ചെയ്തോ, അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്ത് പറ്റി, നിൻ്റെ ആ ഫ്രണ്ട് അവൻ എന്തെങ്കിലും സംസാരിച്ചോ, അവൻ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറുകയാണ്, ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അലീന തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ബബിത കുളിക്കാൻ കയറിയ സമയത്ത് അലീന റൂമിലേക്ക് വീണ്ടും അവിടെയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കാൻ വരുന്ന സമയത്ത്
റൂം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് അലീനയ്ക്ക് ഒരു സാധനം കിട്ടുകയാണ്. അതൊരു പ്രഗ്നൻസി ടെസ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രഗ്നൻസി ടെസ്റ്റർ കണ്ടപ്പോൾ അലീന ആകെ അതിശയിച്ച് പോകണം, ആകെ അമ്പരന്ന് പോവുകയാണ്. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് അത് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഡബിൾ ലൈനാണ് കാണുന്നത് കേട്ടോ. അത് കണ്ടതും അലീന ആകെ ഷോക്കായി പോവുകയാണ്. അങ്ങനെ അലീന ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റർ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാത്റൂമിൽ നിന്ന് ബബിത ഇറങ്ങി വരുന്നത്. ബബിത അലീന ഇത് കണ്ടതോർത്തിട്ട് ബബിതയും ആകെ ഞെട്ടിപ്പോവാണ്. ബബിതയുടെ നേരേക്ക് ബബിത നീ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് ബബിത ഇങ്ങനെ പറയാനായിട്ട് മടിച്ച് നിൽക്കണം. അപ്പോൾ അലീനയൊക്കെ ദൈവമേ ചതിച്ചല്ലോ, നീ എന്തൊക്കെയോ കുഴപ്പത്തിലാണ് ബബിത ചെന്ന് ചാടിയേക്കുന്നത്, ഇനി എങ്ങനെ ഇത് സോൾവ് ആക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പൊട്ടിക്കറിയാണ്. ചേച്ചി എനിക്കറിയില്ല ചേച്ചി, എന്നെ രക്ഷിക്കണം, എനിക്ക് പേടിയാകുന്നു, ഞാൻ അമലിനെ വിളിച്ചു, അവൻ എന്നെ ചതിക്കുകയാണ് ചെയ്തത്, അവന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞത്, ഇനി അവനെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയണേ. നീ എന്ത് അബദ്ധമാണ് മോളെ കാണിച്ചത്, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചു കളയും ചേച്ചി, അന്ന് ചേച്ചി എന്നെ രക്ഷിച്ചതല്ലേ, പക്ഷേ ഇനി ചേച്ചിക്ക് പോലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചു കളയും, എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതം നശിച്ചു പോയി, ഞാനും നശിച്ചു പോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കാല് പിടിച്ച് പൊട്ടി കരഞ്ഞു പോവുകയാണ്. അലീനയാണെങ്കിൽ ആകെ വെപ്രാളത്തിനാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ സോൾവ് ആക്കും, ഇതൊരു ഭയങ്കര ഇഷ്യൂ ആണല്ലോ, ബബിത ഗർഭിണിയാണ് എന്നുള്ളൊരു കാര്യം. ആകെ സങ്കടം വരികയാണ് അലീനയ്ക്ക്. അലീന ഇങ്ങനെ ചിന്തിക്കുകയാണ്, വൈജയന്തി ഇതുപോലെ വിവാഹത്തിന് മുൻപ് മറ്റൊരു പുരുഷനുമായിട്ട് പ്രണയത്തിലാവുകയും കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്താണല്ലോ, തൻ്റെ കാര്യം അലീന ഇങ്ങനെ ഓർക്കുകയാണ്. അമ്മയുടെ വഴിയെ തന്നെ മകളും പോയല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ് അലീന. അപ്പോൾ ബബിതയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല, നീ ഒന്നും ചിന്തിക്കല്ലേ കേട്ടോ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാം, നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ഈ GDA കോഴ്സ് പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഡോക്ടറാണ്. അപ്പോൾ ആ സിസ്റ്ററെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് സിസ്റ്ററെ, എനിക്ക് ഒരു അബദ്ധം പറ്റി എന്നൊക്കെ, തനിക്ക് അബദ്ധം പറ്റിയെന്നല്ല, എൻ്റെ അനിയത്തിക്ക് ഒരു അബദ്ധം പറ്റി, അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ സിസ്റ്ററെ, ഇതെനിക്ക് ഈ വിവരം പുറത്ത് പോകാൻ പറ്റില്ല സിസ്റ്ററെ, ഈ വിവരം പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം ഇല്ലാതായി പോവും, എന്നെ സിസ്റ്റർ എങ്ങനെയെങ്കിലും സഹായിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ കെഞ്ചി ഇങ്ങനെ കരയുമ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ അവളെയും കൂട്ടിയിട്ട് വാ, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയ്ക്ക് തൽക്കാലം ഒരു ആശ്വാസമാവുകയാണ്. അങ്ങനെ അലീന ആ സിസ്റ്ററുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അലീന ബബിതയും കൂട്ടിയിട്ടാണ് ചെല്ലുന്ന സമയത്ത് സിസ്റ്റർ ബബിതയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്താണ് കൊച്ചേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്, നിനക്ക് വീട്ടുകാരെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ പോലും ചിന്ത ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ അറിയാതെ സംഭവിച്ചു പോകുന്നത്, അറിയാതെ ഒന്നല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഇത്രയൊക്കെ വർഷങ്ങളായില്ലേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങിയിട്ട്, അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സംഭവിച്ചത്, അതിൻ്റെ ഒരു പ്രിക്കോഷന് പോലും നിങ്ങൾ ആരും എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. ചെയ്ത തെറ്റ് തന്നെ ഏറ്റവും വലിയതാണ്, എന്നാൽ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ സാധ്യത വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യൽ. ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുകയും ചെയ്തു, അതിൻ്റെ അനന്തര ഫലമായിട്ട് നീ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ബബിതയും പൊട്ടിക്കരയാണ്. എനിക്കറിയില്ല സിസ്റ്റർ, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഞാൻ മരിച്ചു കളയും, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോൾ അലീനയെ മാത്രം നിർത്തിയിട്ട് ബബിതയോട് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് സിസ്റ്റർ സംസാരിക്കുന്നുണ്ട്. എന്താണ് അലീന ഈ പ്രശ്നം, ആ കുട്ടി നിൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയണം. എൻ്റെ അനിയത്തിയാണ് സിസ്റ്റർ, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പക്ഷെ ആർക്കും അറിയില്ല ഞാൻ അമ്മയുടെ മകളാണ് എന്നുള്ളത്. ഓ, അമ്മയുടെ അതേ വിധി തന്നെ മകൾക്കും സംഭവിച്ചല്ലോ, അമ്മ നിന്നെ പ്രസവിച്ചു എന്നുള്ള ഒരു കാര്യം ചെയ്തു, പക്ഷേ ഈ കുഞ്ഞിനെ കളയാനാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ലാതെ വേറെ വഴിയില്ല സിസ്റ്ററെ, അവളുടെ ജീവിതം നോക്കണ്ടേ, ഇങ്ങനൊരു അവസ്ഥയിൽ ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ, വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല, പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ അബോർഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിസ്ക് ഉള്ള പണിയാണ്. പക്ഷേ അവളുടെ കേസിൽ ഞാൻ നോക്കിയപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി, അത് തന്നെ അങ്ങനെ പീരീഡ്സ് ആവുന്നത് പോലെ പൊക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് സിസ്റ്റർ.
അപ്പോൾ അലീനയ്ക്കത് ഒരു ആശ്വാസമാവുകയാണ്. അലീന പറയുന്നുണ്ട്, സിസ്റ്ററെ തൽക്കാലം ഇത് ആരോടും പറയരുത് കേട്ടോ, കാരണം എൻ്റെ കുടുംബമാണ്, എനിക്ക് അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ, ഇല്ല ഞാനായിട്ട് ആരോടും പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസാവുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം സോറി സിസ്റ്ററെ എന്ന് പറയുമ്പോൾ അലീന പറയുമ്പോൾ, സാരമില്ല, നിനക്ക് ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ ആ കുട്ടിയെ നീ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം അവൾ ആകെ തകർന്ന് നിൽക്കുകയാണ്, എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ ആ ഡോക്ടർ കൊടുത്ത മരുന്നുമായിട്ട് അലീനയും ബബിതയും കൂടി വീട്ടിലേക്ക് വരികയാണ്. അലീനയും ബബിതയും ഇങ്ങനെ പുറത്ത് പോയി വരുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ വീട്ടിലുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവരാകെ ഉത്തരം മുട്ടിപ്പോവാണ് അലീനയ്ക്ക്. പിന്നെ അലീന പറയുന്നുണ്ട്, ഞാനൊരു മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ് എന്ന് പറയുമ്പോൾ, എന്ത് മരുന്ന് എന്ന് ചോദിക്കുകയാണ്. അത് മുത്തശ്ശിയുടെ വേദനയുടെ മരുന്ന് തീർന്നു പോയായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുന്നുണ്ട്. അതിന് ഇത്രയും സമയം എടുക്കണോ നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു വരാൻ, നിങ്ങൾ എവിടെയാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ അച്ഛൻ എന്തൊക്കെയാണ് അറിയേണ്ടത്, ഞാൻ എൻ്റെ കൂടെ ബബിതയും ഉണ്ടായിരുന്നല്ലോ, അതാണ് എനിക്ക് പ്രശ്നം, ബബിതയും കൂട്ടി നീ പുറത്ത് പോകുമ്പം എനിക്ക് ആകെ പേടിയാണ്, ഇവളുടെ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഇവൾ കുഴപ്പത്തിൽ ചെന്ന് ചാടുമോ എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനില്ലേ അച്ഛാ കൂടെ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ഞാൻ അവളെ ഒരു കുഴപ്പത്തിലും കൊണ്ടുപോയി ചാടിക്കത്തില്ല എന്ന് അച്ഛൻ അറിയില്ലേ, നീ അവളെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കില്ല, പക്ഷെ അവൾ നിന്നെ എങ്ങാനും കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിച്ചാലോ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും അല്ല അച്ഛാ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, കയറി ചെല്ല് എന്ന് പറയാണ്. അങ്ങനെ ബബിതയും അലീനയും കൂടി മുകളിലേക്ക് പോകുന്ന സമയത്ത് അകത്തേക്ക് കയറുമ്പോൾ കൃഷ്ണ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിത് എവിടെ പോയതായിരുന്നു ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു, അതിനാർക്കും അസുഖം, ഇതേ ബബിതയ്ക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് പോയതാണ്. ബബിത ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ചെറിയൊരു തലവേദനയും തലകറക്കമൊക്കെ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ മരുന്നൊക്കെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, ആ മരുന്നൊക്കെ കിട്ടി എന്ന് പറയണം. അങ്ങനെ ബബിത മുകളിലേക്ക് പോവാണ്. അലീന പറയുന്നുണ്ട്, നീ ചെല്ല്, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ ചേച്ചി പ്രശ്നം, ബബിത ചേച്ചിക്ക് തലവേദനയും തലകറക്കവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല, അല്ല ഇവിടെ എന്തൊക്കെയോ ചുറ്റിക്കളി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ചേച്ചി എന്നോട് പറയാത്തതെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ, ഒന്ന് പോടി അവിടുന്ന്, ഇവിടെ എന്ത് ചുറ്റിക്കളിയാണ്, ഒന്നുമില്ല എന്ന് പറയാണ് അലീന. അങ്ങനെ പിന്നീട് ബബിത റൂമിലേക്ക് ചെല്ലുകയാണ്. ബബിത ആകെ സങ്കടപ്പെട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇനി ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ അല്ലേ, ഇനി മരുന്ന് കഴിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും എന്ന് പറയണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അലീനയെ കെട്ടിപ്പിടിക്കണം ചേച്ചി, സോറി ചേച്ചി, ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പോയേനെ, ചേച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്, 2 തവണയാണ് ചേച്ചി എൻ്റെ ജീവിതം രക്ഷിച്ചത്, ഒന്ന് ഹരിയുടെ കയ്യിൽ നിന്നും, ഇപ്പോൾ ഇതേ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ച് കയ്യിലേക്ക് വെച്ച് തരികയാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്, ഞാൻ ചേച്ചിയെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അലീനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല മോളെ, അതൊന്നും സാരമില്ല, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല, നീ എന്നോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അറിയാതെ നീ ചെയ്തിരുന്നതല്ലേ, എനിക്കറിയാലോ നീ എൻ്റെ അനിയത്തിയാണെന്ന്, അതുകൊണ്ട് നീ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു സങ്കടവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, നിങ്ങളൊക്കെ നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അതൊന്നും മനസ്സിൽ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ തൽക്കാലം ഗുളിക കഴിക്കുക, ഇന്ന് രാത്രി ഗുളിക കഴിക്കണം കേട്ടോ, ഗുളിക കഴിച്ച് നാളെ ആകുമ്പോഴേക്കും അത് ഓക്കെ ആയിക്കോളും, 5 ദിവസം ഗുളിക കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയണം. അപ്പോൾ ആ ഗുളിക മുടങ്ങാതെ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന അവിടെ നിന്ന് താഴേക്ക് തന്നെ തിരിച്ചു പോവാണ്. പിന്നെ ഗുളിക കഴിക്കുന്നതിലൂടെ ബബിതയുടെ പ്രഗ്നൻസി അബോർട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. ബബിതയ്ക്ക് അപ്പോഴാണ് ഒരാശ്വാസമാവുന്നത്. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയില്ല, ബബിതയും അലീനയും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അലീന ഒരു സമയത്ത് വൈജയന്തിയോട് വളരെ ദേഷ്യത്തിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. വൈജയന്തി ആകെ തകർന്നു പോവുകയാണ്, ബബിതയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ബബിതയും അലീനയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഉള്ളത് കേട്ടോ. അതായത് സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കാണുകയും പിന്നീട് അലീന തൻ്റെ സ്വന്തം ചേച്ചിയായത് അച്ഛൻ്റെ മകളായിട്ടല്ല അമ്മയുടെ മകളായിട്ടാണ് എന്നുള്ള സത്യം കൂടെ ബബിത തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സത്യം തിരിച്ചറിയുന്ന സമയത്ത് ബബിതയ്ക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. വൈജയന്തിയോട് ശരിക്കും ദേഷ്യം തോന്നുന്നുണ്ട്. മാത്രമല്ല ബാലചന്ദ്രനോട് വളരെ സ്നേഹവും ഭയങ്കര പാവമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ തങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നില്ലേ, സ്വന്തം ഭാര്യയുടെ അവിഹിതത്തിൽ ജനിച്ച മകളെ സ്വന്തം മകളായിട്ട് വീട്ടിൽ നിർത്തുകയും ആ അമ്മയ്ക്കെതിരെ തന്നെ പോരാടുകയും ചെയ്യുന്ന അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ബബിതയ്ക്ക് അച്ഛനോട് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ കൂടുതലായിട്ട് തോന്നുകയാണ്. പിന്നീട് അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട്, എല്ലാ തെറ്റുകളും പുറത്തു തരണമെന്ന്
മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ബബിത. അങ്ങനെ ബബിത കൂടി എല്ലാ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അലീന ആരാണ് എന്നുള്ള സത്യം തിരിച്ചറിയാണ്. പിന്നീട് ബബിതയും കൃഷ്ണയും ബാലചന്ദ്രനും ഒക്കെ ഒരു സെറ്റായിട്ടാണ് നിൽക്കുന്നത്. അതായത് വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് ബബിത നിൽക്കുന്നുണ്ട്. പിന്നീട് രോഹിത്താണ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നത്. നീ എന്തിനാടി അവളുടെ പുറകെ നടക്കുന്നത്, അവൾ ആരാടി നിൻ്റെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിയാണത്, ആ ചേച്ചി ഒന്നും പറയരുത്, നീ എന്നൊന്നും വിളിക്കരുത്, നിൻ്റെയും കൂടി ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു ചേച്ചി വന്നേക്കുന്നത്, എനിക്ക് അവളുടെ മുഖം തന്നെ കാണണ്ട, നീ വേണമെങ്കിൽ ചേച്ചിയോ അനിയത്തിയോ കുഞ്ഞമ്മയോ ആരായിട്ട് വേണമെങ്കിലും കണ്ടോ, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് രോഹിത്ത് പറയാണ്. രോഹിത്തേട്ടൻ ഒരിക്കൽ എങ്ങനെ അലീന ചേച്ചിയുടെ മഹത്വം മനസ്സിലാക്കും. അന്ന് രോഹിത്തേട്ടൻ ആരും പറയാതെ തന്നെ രോഹിത്തേട്ടൻ അലീന ചേച്ചിയെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എൻ്റെ പട്ടി നിൽക്കും അവളുടെ കൂടെ, എനിക്ക് അവളുടെ മുഖം കാണുന്നത് തന്നെ വെറുപ്പാണ് എന്ന് പറയാണ്. എന്നിട്ട് രോഹിത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ രോഹിത്തും ഒരിക്കൽ അലീനയുടെ മഹത്വം മനസ്സിലാക്കുകയും അലീന വഴി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രോഹിത്ത്. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അലീനയുടെ കയ്യിലാണ് നിൽക്കുന്നത്.